അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോളേജിൽ ഇപ്പോൾ ഒരു MBBSന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, നിങ്ങൾ ഫസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ആയിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 10th 12th നമ്മൾ പാസ്സായിരിക്കണം. ആൻഡ് 12th തന്നെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ 50% മാർക്കോട് കൂടി നമ്മൾ പാസ്സായിരിക്കണം. ഇനി രണ്ടാമത്തെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ആൻഡ് ഇതിനെ പറ്റിയിട്ടുള്ള എന്തിനാണ് നീറ്റ് ക്വാളിഫൈ ആവുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആവും. സോ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ നീറ്റ് ക്വാളിഫൈ ആവുക. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ സെലക്ട് ചെയ്യുന്നത് നമ്മളത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ചൂസ് ചെയ്യുക. കാരണം ഇവിടുത്തെ മിനിസ്ട്രിയുടെ എന്താ പറയുക പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ഏജൻസി ത്രൂ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഒരു ഏജൻസി ചൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എന്താ പറയുക യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ് ജോയിൻ ആയിട്ടുള്ളത്. സോ അവിടുത്തെ കാര്യവും എൻ്റെ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് മെയിൻലി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. ദെൻ ഓഫർ ലെറ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എക്സാം ഉണ്ടാവും. 2 എക്സാമാണ് ഉണ്ടാവുക. ഓൺലൈനായിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി ഈ പാർട്ട് കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.